ദൈവകൃപയാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഹോമയാഗം, അതായത് 5 യാഗങ്ങളെ കുറിച്ചായിരുന്നല്ലോ നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് 2ാം ഭാഗത്തേക്ക്, അല്ലെ? യാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം യാഗങ്ങൾ അവരുടെ പാപങ്ങളുടെ മോചനത്തിനായി അവർ അർപ്പിച്ചിരുന്നു, അല്ലെ? അത് സത്യത്തിൽ എന്തായിരുന്നു? ഒരു കർമ്മമായിരുന്നു. ഒരു കർമ്മം ചെയ്യുകയായിരുന്നു. ഓരോ യാഗവും ഓരോ കർമ്മം പോലെ അവർ ചെയ്യുകയായിരുന്നു. ഇന്നത്തെ കാത്തോലിക്ക് മുതൽ CSI വരെയുള്ള സഭകൾ ചെയ്യുന്ന ബലികൾ തന്നെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കർമ്മം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. കർമ്മചാരണങ്ങളാണ് ഈ പറയുന്ന യാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കർമ്മമാർഗമാണ്. ദൈവത്തിന്റെ മാർഗം എന്താണ്? വിശ്വാസ മാർഗമാണ്. വിശ്വാസത്താലാണ് കർത്താവ് നമ്മളെ സ്വീകരിക്കുകയും അവന്റെ നാമത്തിൽ നമുക്ക് സ്നാനപ്പെട്ട് അവനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥ കൃപയിലേക്ക് നമ്മൾ കിടന്നു വരുന്നത്. അല്ലാതെ യാഗങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ കർത്താവിനെ തിരിച്ചറിയുന്നതും കർത്താവിന്റെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതൊന്നും. അങ്ങനെയൊന്നും അല്ല. യാഗങ്ങൾ മുഖാന്തരം ഒരിക്കലും കർത്താവിനെ നമുക്ക് തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് ഭോജനയാഗത്തെ കുറിച്ചാണ്. ഭോജനയാഗത്തെ കുറിച്ച് പ്രധാനമായും നമ്മൾ ചിന്തിക്കുമ്പോൾ ലേവ്യ പുസ്തകം 2ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും 6ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഞാനിന്ന് ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ലേവ്യ പുസ്തകം 2ാം അധ്യായത്തില് അതിന്റെ 1ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവന്റെ വഴിപാട് നേരിയ മാവായിരിക്കണം. അപ്പം ഈ ഭോജനയാഗത്തിന് എബ്രായയിൽ പറയുന്ന പേര്, അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ പറയുന്ന പേര് മിൻഹാങ് എന്നും പാനീയയാഗത്തിന് നെസഖ് എന്നും പറയുന്നു. ലേവ്യ 23:13 നമ്മൾ വായിക്കുന്നു, പൊതുവായുള്ള ഭോജനയാഗങ്ങൾ 3 എണ്ണമാണ്. പൊതുവായിട്ടുള്ള ഭോജനയാഗങ്ങൾ, അല്ലെ? നെസഖ് എന്ന വാക്ക് അതിന് ഉപയോഗിക്കുന്നു. ലേവ്യ പുസ്തകം 23:13 നമ്മൾ വായിക്കുമ്പോൾ ലേവ്യ പുസ്തകം 23:13 13ാമത്തെ വാക്യത്തിൽ അതിന്റെ ഭോജനയാഗം എണ്ണ ചേർത്ത 2 ഇടങ്ങഴി നേരിയ മാവ് ആയിരിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യ വാസനയുള്ള ദഹനയാഗം, അല്ലെങ്കിൽ അതിന്റെ പാനീയയാഗം. അതിന്റെ പാനീയയാഗം 1 നാഴി വീഞ്ഞ് ആയിരിക്കണമെന്ന് അവിടെ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതായത് പൊതുവെ ഭോജനയാഗങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് 12 കാഴ്ചയപ്പം, പെസഹായുടെ 2ാം നാൾ 2 ലിറ്റർ ഗോതമ്പ്, വഴിപാടിനോടുള്ള 2 അപ്പം എന്നിങ്ങനെയാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? ലേവ്യ പുസ്തകം 2:1 നമ്മൾ വായിച്ചു. എന്താണ്? ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട്, അല്ലെ? ഭോജനയാഗമായ വഴിപാട്. അപ്പം ഭോജനയാഗം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 12 കാഴ്ചയപ്പം ഉണ്ട്. പെസഹായുടെ 2ാം നാൾ 2 ലിറ്റർ ഗോതമ്പ്, വഴിപാടിനുള്ള 2 അപ്പം എന്നാണ് അവിടെ കാണുന്നത്. ഇത് മാംസം കൊണ്ടുള്ള യാഗമായിരുന്നില്ല. എന്താണ് പിന്നെ? ധാന്യമോ ഭക്ഷണമോ യാഗമായി അർപ്പിക്കുന്നു. ക്രിസ്തു തന്നെത്താൻ യാഗം കഴിച്ച് തന്റെ ജീവിതം ഫലം ദൈവത്തിനും ജനത്തിനും ഒരുപോലെ ആഹാരമായി തീർന്നതിനെ ഇത് കാണിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? വിശ്വാസത്താൽ വിശ്വാസികളുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിനാൽ പോഷിക്കപ്പെടുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6ാം അധ്യായം 51 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6ാം അധ്യായം 51 മുതൽ 58 വരെയുള്ള വാക്യങ്ങളും അതുപോലെ 63ാമത്തെ വാക്യത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ക്രിസ്തു തന്നെ കുറിച്ച് ഗോതമ്പ് അപ്പം,
തന്നെ കുറിച്ച് ഗോതമ്പ് അപ്പം എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12:24 നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാൻ 12:24. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ആ ഭാഗം വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12:24. 24-ാമത്തെ വാക്യത്തിലെ ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവ് ഉണ്ടാകും എന്ന് അവിടെ കാണുന്നു. അപ്പോ എന്താണ്, കർത്താവ് പല സമയങ്ങളിലും ഇങ്ങനെയുള്ള ഉപമകള് സംസാരിക്കുമ്പോഴും എന്താണ് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്താണ്, ഗോതമ്പ് അപ്പം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ? ക്രിസ്തു തന്നെ കുറിച്ച് ഗോതമ്പ് അപ്പം എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. 6:35 യോഹന്നാന്റെ സുവിശേഷം 6:35 നമ്മൾ വായിക്കുമ്പോൾ 6:35 നമ്മൾ കാണും. 35-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, കർത്താവായ യേശു ക്രിസ്തു എന്താണ് സാക്ഷാൽ ജീവന്റെ അപ്പം എന്ന് കർത്താവ് തന്റെ സുവിശേഷ വേളയിൽ പലയിടത്തായിട്ട് പറയുന്നു അല്ലെ? മന്ന പോലെ അവർക്ക് ശേഖരിച്ച് ഭക്ഷിക്കുന്നതിന് യോജിച്ച ഒരു വസ്തുവിനെ കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത്. എന്താണ് യേശു കർത്താവ് വിശേഷിക്കുന്നത്? എന്താണ് യേശു കർത്താവ് തന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ സുവിശേഷത്തിൽ അനേകം തവണ തന്നെ കുറിച്ച്, തന്റെ ശുശ്രൂഷയെ കുറിച്ചും മറ്റു ചില സത്യങ്ങൾ എന്താണ് താൻ വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ് ഈ വാക്യം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ താൻ എന്താണ്, താൻ ഭോജനയാഗമായി മാറാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് ഈ യാഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ഒരു യാഗത്തെ അത് പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അതുപോലെ തന്നെ യഹൂദന്മാർ ആഘോഷിച്ചുകൊണ്ടിരുന്ന പെന്തിക്കോസ് ഉത്സവത്തിന് ഭോജനയാഗങ്ങൾ 4 ഉണ്ടായിരുന്നു. അത് ലേവ്യ പുസ്തകം 6:11 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, മഹാപുരോഹിതന് നിരന്തര ഭോജനയാഗം. രണ്ടാമത്തേത് ദരിദ്രന് പാപയാഗത്തിന് പകരം. ലേവ്യ 5:11-12 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. പുരോഹിതന്മാരുടെ ശുദ്ധീകരണത്തിന് ലേവ്യ 5:20 പറയുന്നു. അതുപോലെ തന്നെ സംശയത്തിന് ഭോജനയാഗം സംഖ്യ 5:15 നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ഇതെന്താണ്, കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. ആ ദൈവത്തിന്റെ മനുഷ്യത്വത്തെയാണ് ഈ ഭോജനയാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ആത്മാവായ ദൈവത്തിന്റെ മനുഷ്യത്വത്തെ ഇത് കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ യാഗം എന്താണ്, രക്തരഹിതമാണ്. ഈ യാഗത്തിൽ ഉപയോഗിക്കപ്പെടുന്ന നേരിയ മാവ് എന്താണ്, കർത്താവിന്റെ നിർമ്മലതയും വിശുദ്ധിയെയും പ്രകടമാക്കുന്നു. അതായത് ക്രിസ്തുവിലുള്ള ഗുണവിശേഷങ്ങൾ ഒരിക്കലും കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അവനിലുള്ള ഒരു സൽഗുണം മറ്റുള്ളവരിലേക്ക് വിശിഷ്ടമായി വിളങ്ങുകയുമില്ല. ഇക്കാര്യങ്ങളാണ് നേരിയ മാവിനാൽ പ്രകടമാക്കുന്നത് അല്ലെ? ഈ യാഗത്തിൽ ഒരു യാഗവും യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കേണ്ടതും ബാക്കി ഭാഗം പുരോഹിതൻ ഭക്ഷിക്കേണ്ടതുമാണ്. ക്രിസ്തുവാകുന്ന ഭോജനയാഗം എന്താണ്, ദൈവം എന്ത് ചെയ്യുന്നു, താൻ പ്രസാദിക്കുവാൻ, മനുഷ്യരോട് പ്രസാദിക്കുവാൻ താൻ തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് ജഡത്തിൽ വെളിപ്പെട്ട് എന്താണ് ജീവന്റെ അപ്പമായി മാറി എന്ന് വിശ്വാസികൾക്ക് അതൊരു ഓഹരിയായി മാറുന്നു, അല്ലെങ്കിൽ ഓഹരിയാക്കി ജീവന്റെ അപ്പമായ മാറുന്നു എന്നുള്ളതിനെ ഇത് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 4-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ലേവ്യ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം. അതായത് 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഭോജനയാഗത്തിൽ എണ്ണ ചേർക്കുന്നതായിട്ട് പറയുന്നവിടെ. അപ്പൊ എണ്ണ എന്താണ്, കർത്താവിന്റെ ആത്മാവിന് സാദൃശ്യമാണ്.
അതായത് ഭോജനയാഗത്തിൽ ചേർക്കുന്ന രണ്ടാമത്തെ വസ്തു എന്താണ്? കുന്തിരിക്കമായിരുന്നു. അത് കത്തുമ്പോൾ സുഗന്ധം പരക്കുന്നു. ഇത് കർത്താവിന്റെ ജീവിതം ജീവിതം ദൈവം മുമ്പാകെ സൗരഭ്യമാണ്, അല്ലെ? ദൈവം മനുഷ്യനായി, നമ്മളെപ്പോലെ മനുഷ്യനായി തീർന്നപ്പോൾ അവൻ എന്താണ്? ഒരു ഭോജനയാഗമായി നമ്മുടെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്നതിനെയാണ് കാണിക്കുന്നത്. അപ്പൊ കുന്തിരിക്കമായിരുന്നു, അല്ലെ? അപ്പം നമ്മളിപ്പം ഈ എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുന്തിരിക്ക ഉപയോഗിച്ച് ഒരു ധൂപം വീശുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അവരുടെ ചിന്ത എന്താണ്? ഈ കർമ്മം ചെയ്താൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. ധൂപക്കുറ്റി വീശണം. കഴിഞ്ഞ ദിവസം ആരോ ധൂപക്കുറ്റിയെ ഉയർത്തി പറയുന്നതായിട്ട് കണ്ടു. അപ്പോ വെളിപ്പാട് പുസ്തകത്തിൽ എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടിയ ധൂപവർക്കം. അപ്പോ പ്രാർത്ഥന എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടും അതിന് എന്ത് ചെയ്തേക്കാണ്? ധൂപക്കുറ്റിയാക്കി വീശി മേളിലേക്ക് സുഗന്ധമാക്കി വിടുന്ന ഒരു ആചാരം മാത്രമാണ് എപ്പിസ്കോപ്പൽ സഭകളിൽ നടന്നു വരുന്നത്, അല്ലെ? അതുകൊണ്ട് ജീവിതം കർത്താവ് എന്താണ്? ജീവിതം എന്താണ്? ഒരു സൗരഭ്യമായി മാറുകയാണ്. 2 കൊരിന്ത്യർ 2:15 നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 2:15 നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്? ഈ സൗരഭ്യവാസനയാകുന്നു എന്ന് പറയുന്നത് ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന എന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരുണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന തെറ്റായ പഠനങ്ങൾ ഇന്ന് വളരെ ഏറിയിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ കാണുന്നത്, അല്ലെ? പല തൃത്വക്കാർക്കും ഇതൊരു ബദലാണ്. രണ്ടാമത്തെ വ്യക്തിത്വമാണ് ഇവിടെ സൗരഭ്യവാസനയാകുന്നത്. അതായത് ആത്മാവായ ദൈവത്തിന്റെ മനുഷ്യത്വത്തെയാണ് ക്രിസ്തു അല്ലെങ്കിൽ അഭിഷക്തൻ. ക്രിസ്തു എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായ അഭിഷക്തൻ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യത്വത്തിൽ ഉണ്ടാകുന്ന ആ യാഗം എന്താണ്? സൗരഭ്യവാസനയെ കാണിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭോജനയാഗത്തിൽ നമ്മൾ ചേർക്കുന്ന മൂന്നാമത്തെ വസ്തു എന്താണ്? ഉപ്പാണ്. അതെന്താണ്? ഒരു ഉപ്പ് അത്യാവശ്യ വസ്തു എന്ന നിലയിൽ 3 പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതായത് ഒന്ന്, ഉപ്പ് പല സാധനങ്ങളെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. എത്ര ഹീന പാപിയെ പോലും ക്രിസ്തു തന്റെ വിലയേറിയ രക്തം മൂലം ശുദ്ധീകരിക്കുന്നു എന്നതിനെയാണ് ഈ ഉപ്പ് കാണിക്കുന്നത്. പഴയ നിയമത്തിലെ എല്ലാ യാഗങ്ങളും എന്താണ്? യേശു കർത്താവ് വരുന്നതിന്റെ, അതായത് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിന്റെ നിഴൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഉപ്പിനോട് എടുക്കുന്ന ഓരോ വസ്തുവും തന്നുള്ള രസം നൽകി അതിനെ രുചികരമാക്കുന്നു. അതായത് ദൈവജനം ജീവിതത്തിൽ ഉപ്പുള്ളവരായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 5:13 നമ്മൾ വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. അപ്പൊ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവജനം എന്താണ്? ഭൂമിയുടെ ഉപ്പാകുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ്. അപ്പൊ അല്ലാതെ ഒരു ഉപമയിൽ പറഞ്ഞിരിക്കുകയാണ് എന്താണ്? അല്ലാതെ അവരെന്താണ് കുരുമുളകോ പഞ്ചസാരയോ അല്ല. അല്ല, ഇവിടെ കാണപ്പെടുന്ന നിങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കാണപ്പെടുന്നത്? എന്താണ്? ദൈവരാജ്യത്തിലുള്ളവരുടെ വാക്യങ്ങളിൽ പ്രതികളുടെ സ്വഭാവ സവിശേഷത, അതായത് സ്വഭാവ സവിശേഷത, അതായത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ സ്വഭാവ സവിശേഷതയെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? പ്രത്യേകിച്ചും നീതി നിമിത്തവും കർത്താവായ യേശു ക്രിസ്തു കഷ്ടത എന്ത് ചെയ്യാണ്? കഷ്ടത അനുഭവിക്കുന്നവര് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നു. എന്നാൽ ഉപ്പ് എന്ന നിലയിൽ അത്തരം ആളുകൾ ലോകത്തെ ദൈവത്തിന് രുചിയുള്ളതാക്കി തീർക്കുന്നില്ല. എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്നാൽ ഉപ്പ് എന്ന നിലയിൽ അത്തരം ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ലോകത്തെ ദൈവത്തിന് രുചിയുള്ളതാക്കി തീർക്കുന്നില്ല. അപ്പം എന്തായിരിക്കാം അങ്ങനെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? ലോകത്തെ ദൈവത്തിന് രുചിയുള്ളതാക്കി തീർക്കുന്നില്ല. എന്നാൽ അവർ
ദൈവവചനത്തെ ലോകത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി രുചിയുള്ളതാക്കുന്നു. ഇവിടെയുള്ള അർത്ഥം എന്താണ്? തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഉപ്പ് സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് ലോകം പൂർണ്ണമായും അശുദ്ധമായി തീരുന്നതിൽ നിന്നും ദൈവകോപത്തിൽ പൂർണ്ണമായി നശിക്കപ്പെടുന്നതിൽ നിന്നും ദൈവ മക്കൾ അതിനെ സൂക്ഷിക്കുന്നു എന്നാണ് ഈ എന്താണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമയുടെ സാരമെന്ന് പറയുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഉപ്പ് സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോകം എന്താണ്? പൂർണ്ണമായ അശുദ്ധമായി തീരുന്നതിൽ നിന്നും ദൈവകോപത്തിൽ നിന്നും പൂർണ്ണമായി നശിക്കപ്പെടുന്ന ദൈവമക്കൾ അതിൽ നിന്ന് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അവിടെ ഉപ്പ് എന്ന വാക്കുകൊണ്ട് നമുക്ക് നിർവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി ഉപ്പ് ചേർത്ത് യാഗവസ്തുക്കളുടെ ജീർണ അവസ്ഥ എന്ത് ചെയ്യണം? കെടുത്തിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യാഗം അർപ്പിക്കുന്നത്. ഉപ്പ് ഇതര വസ്തുക്കളെ ജീർണതകളിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്ന പോലെ ക്രിസ്തുവും ചെയ്യുന്നു. അവൻ എന്ത് ചെയ്യുന്നു? തന്റെ ജനത്തിന് നിത്യജീവൻ നൽകുന്നു. അല്ലേ? കർത്താവായ യേശു ക്രിസ്തു എന്താണ്? അവൻ തന്റെ ജനത്തിന് നിത്യജീവൻ നൽകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? ഒരു നാള് നശിച്ചു പോകത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 10:28 നമ്മളത് കാണുന്നുണ്ട്. യോഹന്നാൻ 10:28 പറയുന്നത് എന്താണ്? 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല. കർത്താവായ യേശു ക്രിസ്തു നിത്യജീവനെ കൊടുക്കുന്നു. അതാണ് അത് എന്താണ്? ഉപ്പ് ഇതര വസ്തുക്കളെ ജീവനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ക്രിസ്തുവും എന്ത് ചെയ്യുന്നു? നമ്മളെ സൂക്ഷിക്കുന്നു. നിത്യതയിലേക്ക് നമ്മളെ വഴി നടത്തുന്നതിനെ അത് കാണിക്കുന്നു. ഭോജനയാഗത്തിൽ ഉപ്പിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2:13 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. 13-ാമത്തെ വാക്യം, നിന്റെ ഭോജനയാഗത്തിനൊക്കെ ഉപ്പ് ചേർക്കണം, നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്, എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പം കർത്താവായ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമത്തിൽ എന്താണ്? ഉപ്പ് യാഗത്തിന് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് സംഖ്യ 18:19 പോലെ ഉദർച്ചാർപ്പണം അല്ലെങ്കിൽ വഴിപാട്, അതായത് യഹോവയുടെ സന്നിധിയിൽ എന്നേക്കും ഒരു ലവണ നിയമമാകുന്നു എന്ന് പറയുന്നുകൊണ്ട് ഇതിൽ ചേർക്കുന്ന ഉപ്പിനെ നിയമത്തിൻ ഉപ്പ് എന്ന് പറയുന്നു. അതായത് സംഖ്യ പുസ്തകം 18:19 നമ്മൾ വായിക്കുന്നു. സംഖ്യ 18:19 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 19-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ ഉദർച്ചാർപ്പണങ്ങളെല്ലാം ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ നിനക്കും നിന്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു ലവണ നിയമമാകുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പോൾ ഒരു ലവണ നിയമം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ് ലവണ നിയമം? അതായത് ശാശ്വത നിയമം. നമ്മൾ 2 ദിനവൃത്താന്തം 13:5 നമ്മൾ വായിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 13:5 നമ്മൾ വായിക്കുന്നു. 13-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിലെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്കും നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ? അല്ലെ? ദാവീദിനും അവന്റെ പുത്രന്മാർക്കും. എന്തുകൊണ്ടാണ് ദാവീദിനും അവന്റെ പുത്രന്മാർക്കും വരാനുള്ള കാര്യം? ദാവീദ് ദൈവത്തെ അനുസരിച്ചു. അല്ലെ? അവൻ ഏക ദൈവ വിശ്വാസിയായിരുന്നു. ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് ഏക ദൈവ വിശ്വാസിയായിരുന്നു. അല്ലാതെ ഇന്നത്തെ തൃത്വക്കാരെ പോലെ 3 ദൈവങ്ങളും 3 വ്യക്തികൾ കൂടിയ ദൈവത്തെ ഒന്നും ദാവീദ് ആരാധിച്ചിരുന്നില്ല. അതാണ് ഇന്നത്തെ പുതിയ നിയമ വിശ്വാസികൾ അനുസരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. ഏക ദൈവ വിശ്വാസം, അല്ലെ? ആ ഒരു നിയമം, അല്ലെ? ദൈവത്തെ അനുസരിക്കുക, അല്ലെങ്കിൽ ദൈവം ഏകനാണ്, ആ ദൈവം ഏകനാണ് എന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടും അതിനെ വലിയ കാര്യമായി എടുക്കാതെ 3 ദൈവങ്ങളാണെന്നും 3 വ്യക്തികളാണെന്നും പറയുന്ന, അല്ലെ,
നിയമം തെറ്റിക്കുന്നു. അല്ലെ, നിയമം തെറ്റിക്കുകയാണ്. ദൈവവചനത്തിലെ നിയമങ്ങളെല്ലാം തെറ്റിക്കുന്ന അവസ്ഥയാണ് നമുക്കിന്ന് കണ്ടുവരുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ ലവണ നിയമം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത നിയമം എന്നാണ്. അതെ, ദൈവം ഏകനാണെന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റമില്ല. ആ നിയമം അങ്ങനെ തന്നെയാണ്, അതിന് യാതൊരു മാറ്റവും വരത്തില്ല. ദൈവം ഏകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു മാറ്റവും ഇല്ല. ദൈവം മൂന്നാണെന്ന് മനുഷ്യൻ പറഞ്ഞാൽ അത് തെറ്റാണ്, നിയമം തെറ്റിക്കുകയാണ്. ദൈവവചനത്തിലെ നിയമം തെറ്റിക്കുകയാണ്. ലവണ നിയമം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത നിയമം, അല്ലെ, മാറ്റമില്ലാത്ത നിയമം എന്നാണ് ഇതിന്റെ അർത്ഥം. പുരാതന കാലത്ത് എബ്രായരുടെ ഇടയിൽ ഒരാൾ മറ്റൊരാളോട് ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതിന്റെ അടയാളമായി ഉപ്പ് എന്ത് ചെയ്യാറുണ്ട്? കൈമാറാറുണ്ട്. ആ നിയമം എന്ത് ചെയ്യുന്നു? നിവർത്തിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഉറപ്പായിരുന്നു ഉപ്പ്. അതുപോലെ ഉപ്പ് ചേർത്ത ഈ യാഗം ദൈവം സ്വീകരിക്കുമ്പോൾ അതെന്താണ്? ജീർണതയില്ലാത്ത ഒരു ശാശ്വത നിയമത്തെ ഇതിന്റെ നാന്ദിയായി ദൈവം അംഗീകരിച്ചിരുന്നു. ലവണം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ലവണം ഉപ്പ് എന്നുള്ള അർത്ഥത്തിലായിരുന്നു ലവണ നിയമം എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മള് ലേവ്യ പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത്. പുളിച്ചതൊന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത്. അപ്പൊ എന്താണ്? ഭോജനയാഗത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളിൽ ഒന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്താണ്? യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗം പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത്. പുളിച്ചതൊന്നും യാതൊരു വക തേനും, തേനെന്ന് പറഞ്ഞേക്കുന്നു അല്ലെ, തേൻ വളരെ മധുരമുള്ളതാണ്. എന്താണ്? പുളിച്ച തേനാണെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ പുളിച്ചതൊന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പം അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് അല്ലെ. അപ്പം യഹോവയ്ക്ക് ദഹനയാഗമായിട്ട് അർപ്പിക്കരുത് എന്ന് പറഞ്ഞു. അതായത് പുളിപ്പ് എന്ത് കാണിക്കുന്നു? പുളിപ്പ് കാണിക്കുന്ന ദുഷ്ടതയുടെ ചിഹ്നമായിട്ടാണ്. മത്തായിയുടെ സുവിശേഷം 16:12 നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 16:12. 12-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സാധുക്യരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? പുളിപ്പ് എന്തിനെയാ കാണിക്കുന്നത്? ദുഷ്ടതയാണ് കാണിക്കുന്നത് അല്ലെ. പുളിച്ച മാവിന് അല്ലെ, അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെ സാധുക്കളുടെ ഉപദേശത്തെ സൂക്ഷിച്ചുകൊള്ളാൻ അവിടെ. അപ്പൊ പുളിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും അത് ദുഷ്ടതയെ കാണിക്കുന്നു. അതുപോലെ തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് എന്ന് കൊരിന്ത്യർ 1 കൊരിന്ത്യർ 5:8 നമ്മൾ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 5:8 1 കൊരിന്ത്യർ 5:8 നമ്മൾ വായിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ എഴുതുക, ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയും ആയ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. അല്ലെ, ഉത്സവം ആചരിക്കുക അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അതേക്കുറിച്ച് ഉത്സവം ആചരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ആശ്ചര്യമായ യഹൂദന്മാർ ആചരിച്ച പോലെ പെസഹ പെരുന്നാൾ ആചരിക്കണമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് എപ്പിസ്കോപ്പൽ സഭകളൊക്കെ ആചരിക്കുന്ന പോലെ, അതായത് ഡിസംബർ 25 ആകുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചിടത്തോളം യേശു കുഞ്ഞാകും. അത് കഴിയുമ്പോഴത്തേക്കും ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും യേശു വലുതാവും. അപ്പോഴത് പെസഹ ആയിരിക്കും. ദുഃഖവെള്ളിയും അവര് എന്ത് ചെയ്യും? ആചരിക്കും. അങ്ങനത്തെയുള്ള ഒരു ആചരണമാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ല. തങ്ങളുടെ പെസഹായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യങ്ങളെ കുറിച്ചുള്ള നിരന്തരമായ വിരുന്നാണ്. അതായത് വിശ്വാസികളുടെ ഉത്സവം എന്ന് പറയുന്നത് അല്ലെ. അതായത് വിശ്വാസികളുടെ ഉത്സവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവം ജഡത്തിലുള്ള ദൈവത്തിന്റെ വെളിപ്പാടാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കി അവൻ മനുഷ്യനായി വന്ന് ഭൂമിയിൽ രക്ഷിച്ചതാണ്
എന്ന് മനസ്സിലാക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത്. ഏകനായ ദൈവത്തെ ആരാധിക്കുക, ഏകനായ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിശ്വാസകരമായ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത്. അതായത് ഒരു പുതിയ ജീവനിൽ അവനുമായിട്ടുള്ള കൂട്ടായ്മയാണത്. അഹങ്കാരം, പിണക്കം, അസാന്മാർഗീയത, അസത്യം മുതലായവ ഒന്നും ഈ ആത്മീയ ആഘോഷത്തിൽ ഉണ്ടാകാൻ പാടില്ല. അഹങ്കാരം പാടില്ല, പിണക്കം പാടില്ല, അസാന്മാർഗീയത പാടില്ല, അസത്യം മുതലായ ഒന്നും ഈ ആത്മീയ ആഘോഷത്തില് പാടില്ല എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ തേനും ഭോജനയാഗത്തിൽ എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതായത് മധുരമുള്ള തേൻ മനുഷ്യന്റെ മഹത്വത്തെ എന്ത് ചെയ്യുന്നു? മനുഷ്യന്റെ മഹത്വത്തെ സദൃശീകരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ നന്മ പ്രവൃത്തികളോ അതെ മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ദൈവം മുമ്പാകെ ആരാധനയിൽ സ്വീകാര്യമായിരിക്കുന്നില്ല. വഴിപാടിൽ പുളിപ്പിച്ചത് അനുവദനീയമാണ്. മനുഷ്യന്റെ നന്മ പ്രവൃത്തിയിലോ മറ്റേതെങ്കിലും കൂട്ടിച്ചേർക്കലോ ദൈവം മുമ്പാകെ ആരാധനയിൽ എന്താണ്? സ്വീകാര്യമായിരുന്നില്ല. വഴിപാട് പൊളിച്ചത് അനുവദനീയമായിരുന്നില്ല. അതുകൊണ്ട് അല്ലേ? അപ്പോ നമ്മളെല്ലാം കൂട്ടിച്ചേർക്കുന്നവരാണ് അല്ലെ. ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ അത് ത്രിയേകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർക്കുന്ന പരിപാടികളുള്ള ആൾക്കാരാണ് നമ്മൾ അല്ലേ. അതുകൊണ്ട് 3 പേരുടെ നാമത്തിൽ സ്നാനം വേണമെന്ന് പറഞ്ഞ് വാദിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അത് ദൈവവചനത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. ഇല്ലാത്തത് കൂട്ടിച്ചേർക്കാൻ, ഏകൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ത്രിയേകത കൂട്ടിച്ചേർക്കാൻ യാതൊരുവിധ അവകാശവുമില്ല. അതിന്റെ സ്തുതികളോ അതിന്റെ ജൽപ്പനങ്ങളോ എഴുതുവാൻ, കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോ 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ 23-ാം അധ്യായം 16-ഉം 17-ഉം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. 16, 17 ഏഴാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. നിരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസ്തലത്ത് നിന്നും കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതും ആയിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? കൂട്ടിച്ചേർക്കലുകളില്ല. നമുക്കൊന്നും കൂട്ടിച്ചേർക്കാൻ യാതൊരുവിധ അവകാശങ്ങളുമില്ല. ദൈവവും അവന്റെ വചനവും അവന്റെ നിയമമാണ് അല്ലെ. ലവണ നിയമം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 അതിനകത്തേക്കൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. അതിൽ പറഞ്ഞിരിക്കുന്നു ദൈവം ഏകനാണ്. ആ ഏകനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ, ഏക ദൈവത്തെ മാത്രമേ സ്തുതിക്കാമുള്ളൂ എന്ന് പറഞ്ഞിട്ടും എപ്പിസ്കോപ്പൽ മുതൽ ബന്ദിക്കോസ് മുതൽ ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ വരെയുള്ള സഭകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എവിടെയാണ്? 3 ദൈവങ്ങളെ മാത്രമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോ ദൈവത്തിന്റെ ലവണ നിയമങ്ങൾ, ദൈവം വച്ചിരിക്കുന്ന നിയമങ്ങൾ മാറ്റുവാൻ ആർക്കും അവകാശമില്ല എന്ന ഈ യാഗങ്ങൾ കർത്താവിന്റെ നിഴലായിരുന്നു. ആ യാഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ യാഗങ്ങൾക്ക് പൂർത്തി വരുത്തി. ഈ യാഗങ്ങൾ പൂർണ്ണമായി തീർന്നുവെങ്കിലും ഇന്നത്തെ എന്ത് ചെയ്യുന്നു? ഈ യാഗങ്ങൾ വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ആ യാഗങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് അവരുടെ കൂട്ടിച്ചേർക്കലുകൾ അല്ലേ. ഈ യാഗങ്ങൾ വീണ്ടും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർക്കുകയാണ് പല കാര്യങ്ങളും അല്ലെ. കൂട്ടിച്ചേർത്ത് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടിച്ചേർക്കാൻ യാതൊരു അവകാശവും നമുക്കില്ല. അതാണ് ദൈവവചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് യാതൊന്നും കൂട്ടിച്ചേർക്കാൻ കഴിയുകയില്ല. ദൈവം ഏകനാണെന്ന് പറഞ്ഞാൽ ത്രിയേകനെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർക്കാൻ പറ്റുകയില്ല. ദൈവം 3 വ്യക്തികളാണെന്നും 3 ദൈവമാണെന്നും നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുകയില്ല. അതൊക്കെ വളരെ തെറ്റാണ്. ദൈവത്തിന്റെ നിയമം ശാശ്വത നിയമമാണ്. അതുകൊണ്ടാണ് ലവണ നിയമം അല്ലെങ്കിൽ ശാശ്വത നിയമം, അതായത് 2 ദിനവൃത്താന്തം 13-ന്റെ 5-ൽ നമ്മൾ വായിച്ചു.
അല്ലെ? 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 13:15. 13:5. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കാം. 5-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിലെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ? അപ്പോഴെന്താണ്? അതൊരു ശാശ്വത നിയമമാണ്. ദൈവം ഏകനാണ്. ആ വ്യവസ്ഥ അത് അംഗീകരിക്കുവാൻ, ആ ദൈവവചനത്തിലെ വ്യവസ്ഥ അംഗീകരിക്കാതെ അതിനോട് കൂട്ടിച്ചേർക്കുന്നവർക്കൊക്കെയും ദൈവരാജ്യത്തിന് പുറത്താണ്, ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഇതിന്റെ അടുത്ത സമാധാനയാഗം ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതായിരിക്കും. ഈ വചനം കേട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധൻ നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കണം. അതുപോലെ ഇതിൽ അഡ്മിന്മാരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കൃപയിൽ മറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട സ്തോത്രം. മാനവും മഹത്വം എടുക്കണമെല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.